വേദിയിലും സദസ്സിലും നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ, ആദമിന്റെ മക്കൾ ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം. സലാം കൊണ്ട് തുടങ്ങിയത് തന്നെ നമ്മുടെയൊക്കെ സൃഷ്ടാവിന്റെ രക്ഷ നമുക്കെല്ലാവർക്കും ഉണ്ടാകണമെന്ന ആത്മാർത്ഥമായ അഭിലാഷം കൊണ്ടാണ്. ഈ വേദി കാണുമ്പോൾ, ഈ സദസ്സ് കാണുമ്പോൾ സന്തോഷം കൊണ്ട് കരയാനാണ് തോന്നുന്നത്. സ്വന്തം സഹോദരന്റെ കരച്ചോര കൊണ്ട് കാവ്യം രചിക്കുന്ന ഭയാനകമായ ഒരു കാലഘട്ടത്തിൽ മനുഷ്യത്വത്തിന്റെ ഉദാത്തമായ മന്ത്രം മുഴക്കി നമ്മളൊക്കെ ലഭിച്ചിരിക്കുന്ന വേദി. ഇവിടെ ശ്രീധരൻ പിള്ളയും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുള്ളൂ, മുസ്തഫ മാഷും, അബ്ദുൽ ഖൈർ മൗലവി, മാമുക്കോയ സാറും, അങ്ങനെ തുടങ്ങി യുവകാത്തൻ, അതുപോലെ തന്നെ നമ്മുടെ വലിയ കാവ്യം ബിനോവിശ്വം, ഇങ്ങനെ തുടങ്ങി നമുക്കെല്ലാവരും ഒരു നല്ല ഒരു മുഹൂർത്തം കഴിഞ്ഞ് വന്നിരിക്കുക. മാത്രമല്ല ഈ സദസ്സിലിരിക്കുന്നവർ ഓരോരുത്തരും ഈ പ്രദേശത്തെ മത, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലും മാധ്യമരംഗങ്ങളിലും പൊതുരംഗങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നവരാണ്. ഈ സദസ്സിനെ ഒന്ന് പരിചയപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നത്. അതിലൊക്കെ പുറമെ നിങ്ങൾ കാണാത്ത മറ്റു പലരും ഈ സദസ്സിലുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, സാമൂഹിക പ്രവർത്തകന്മാരുണ്ട്, വിദ്യാഭ്യാസ വിദഗ്ധന്മാരുണ്ട്, പണ്ഡിത കേസരികളുണ്ട്. അതിലൊക്കെ പുറമെ ദാരിദ്ര്യത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന, ഞങ്ങളിങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ ആരൊക്കെ ക്ഷണിക്കണം എന്നുള്ള ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ അനുഭവങ്ങൾ എന്ന കുറെ ഓർമ്മകളാണ് ഞങ്ങൾ ആ ലിസ്റ്റ് പൂർത്തീകരിക്കാൻ പ്രേരിപ്പിച്ചത്. പല ആളുകളും രാഷ്ട്രീയ രംഗത്ത് ജീവിതം മുഴുവൻ സമർപ്പിച്ചപ്പോൾ അവർ ഞങ്ങളുടെ ലിസ്റ്റിൽ സ്ഥലം പിടിച്ചു. സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, മതരംഗത്ത് സർവസ്വം സമർപ്പിക്കുന്ന ഒരുപാട് നല്ല പ്രവർത്തകന്മാർ നമ്മുടെ ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കലാരംഗത്ത് മുഴുസമയം പ്രവർത്തിക്കുന്ന നല്ല പ്രതിഭകൾ ഞങ്ങളുടെ ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഒപ്പം പലപ്പോഴും ഞങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഇന്ന് കാലത്ത് ഞങ്ങളുടെ കുട്ടികൾക്ക് കട്ടൻ ചായ കൊടുക്കാൻ കാശ് കിട്ടാത്തതിനെ കുറിച്ചുള്ള വ്യതയുമായി നടക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അങ്ങനെ പരസ്പരം നിങ്ങൾ പരിചയപ്പെടാൻ സമയമില്ലെങ്കിലും ഒരാൾ ഞങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചത് 2 വർഷങ്ങൾക്ക് മുമ്പുള്ള ഓണനാളിൽ തന്റെ ജീവിതം വഴിമുട്ടിയപ്പോൾ ഒരു വഴിപ്പാടത്തിൽ തന്റെ പിറ്റുമക്കളോടൊപ്പം മരിക്കാൻ പോയ ഒരു കവി ഈ സദസ്സിലുണ്ട്. വണ്ടി വരാൻ വൈകിയത് കൊണ്ടോ എന്നറിയില്ല, തന്റെ പിച്ചു അങ്ങനെ ദാഹിച്ച് കരഞ്ഞപ്പോ അവിടെ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന എന്റെ പ്രിയപ്പെട്ട മറ്റൊരു സഹോദരൻ. അങ്ങനെ ജീവിതത്തിന്റെ പരുപരുത്ത മുഖങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരു നല്ല പറ്റം സഹോദരന്മാരും സമൂഹത്തിന്റെ നാനാതുറകളിലും വ്യക്തിത്വം നിലനിർത്തുന്ന ഒരുപാട് സഹോദരന്മാരും ഉൾക്കൊള്ളുന്ന ഇത്തരം ഒരു സദസ്സ് ഇത് ധന്യമാണ്. അവങ്ങനെയ ഈ സദസ്സിന്റെ മുമ്പിൽ എളിമത്വത്തിന്റെ ഭാഷയും താഴ്മയുടെ ഭാഷയും വിനയത്തിന്റെ ഭാഷയും നിങ്ങളുടെ അടിപ്പാദങ്ങൾ സ്പർശിച്ചുകൊണ്ട് കേരള മാപ്പിള കലാ അക്കാദമിക്ക് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാനുള്ള സന്ദേശം ഒന്ന് മാത്രമാണ്. ഞങ്ങൾക്ക് വോട്ടും കാശും ഒന്നും വേണ്ട. മറിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, കൊതിക്കുന്നത് സ്വന്തം സഹോദരൻ, അത് മതത്തിന്റെ പേരിലായാലും ജാതിയുടെ പേരിലായാലും വർഗത്തിന്റെ പേരിലായാലും ഭാഷയുടെ പേരിലായാലും രാജ്യത്ത് സ്വന്തം സഹോദരന്റെ നിണമൊഴുകുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാ. ഈ പവിത്രമായ റമദാനിന്റെ ഈ ധന്യമായ സന്ധ്യയിൽ ഒരുമിച്ച് കൂടിയ ആദമിന്റെ പ്രിയപ്പെട്ട മക്കൾ, ഒരു ദൈവത്തിന്റെ, ഒരു മാതാവിന്റെ, ഒരു പിതാവിന്റെ, ഒരു സംസ്കാരത്തിന്റെ മക്കൾ, ഭാരതത്തിന് വേണ്ടി സർവസ്വം സമർപ്പിച്ച ഒരു പറ്റം പിതാക്കന്മാരുടെ പേരമക്കൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാനുള്ളത് ഈ വിദ്വേഷത്തിന്റെ പേരിൽ ഒരു തിരിച്ചോമന പൈതലും ഇനി അനാഥമായിക്കൂടാ. ഒരു സഹോദരിക്കും ഇതിന്റെ പേരിൽ വിധവയായിക്കൂടാ. ഒരു വൃദ്ധനായ മാതാപിതാവും രാഷ്ട്രീയത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, അതിന്റെ വൈര്യത്തിന്റെ പേരിൽ പരസ്പരം കലഹിച്ചു മരിച്ച മക്കളുടെ പിതാക്കളും മാതാക്കളുമാകുന്ന ദുർഗതി ഉണ്ടായിക്കൂടാ. മതവും രാഷ്ട്രീയവും ഒന്നും പരസ്പരം കലഹിക്കാൻ പഠിപ്പിക്കുന്നില്ല. അക്കാദമി നിങ്ങൾക്ക് മുമ്പിൽ ഈ നല്ല സദസ്സിൽ, ഈ നല്ല മനസ്സുകൾക്ക് മുമ്പിൽ, കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്നുള്ള കേരള മാപ്പിള കലാ അക്കാദമിയുടെ ഭാരവാഹികൾ അടക്കമുള്ള ഈ നല്ല സദസ്സിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് സമർപ്പിക്കാനുള്ള ഈ സന്ദേശം ഇത് മാത്രമാണ്. സാന്ത്വനത്തിന്റെ, നന്മയുടെ, സാഹോദര്യത്തിന്റെ, സമർപ്പണത്തിന്റെ റോസാപ്പൂക്കൾ വിരിയുന്നതാകട്ടെ ഇനിയുള്ള നാളുകൾ എന്ന് മാത്രം വിനയത്തിന്റെ ഭാഷയിൽ അപേക്ഷിച്ചുകൊണ്ട് ഈ മഹത്തായ ചടങ്ങിൽ സംബന്ധിച്ച മുഴുവൻ ആളുകൾക്കും കേരള മാപ്പിള കലാ അക്കാദമിയുടെ പേരിൽ ഹൃദയാവർജകമായ നന്ദിയും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ അഭിവാദ്യം സംസാരിക്കുവാൻ വേണ്ടി ആദ്യമായി അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ളയെ ആദരവും ക്ഷണിക്കുന്നു.